നമസ്കാരം. 2025 എന്ന വർഷം അവസാന നിമിഷത്തിലാണ്. ഈ അവസാന നിമിഷത്തിൽ ശുക്രൻ രാഹു കേതു സംയോജനം നടക്കുകയാണ്. ഈ സംയോജനം കൊണ്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആയുഷ്കാല ഭാഗ്യം തുടങ്ങുമോ? അതിനെക്കുറിച്ച് പരിശോധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. വർഷാവസാനം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ തങ്ങളുടെ സഞ്ചാരപഥങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഗാഢമായി സ്വാധീനിക്കാറുണ്ട്. 2025 നവംബർ അവസാനത്തോടു കൂടി സംഭവിക്കുന്ന ഒരു സുപ്രധാന ഗ്രഹമാറ്റം, അത് ശുക്രൻ്റെ വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം സാധാരണമായ ഒരു സംക്രമണം മാത്രമല്ല. രാഹുവും കേതുവുമായി ഈ ഗ്രഹബന്ധം സ്ഥാപിക്കുമ്പോൾ അതൊരു സാധാരണ യോഗമായി ഒതുങ്ങുന്നില്ല. ഈ 3 ശക്തിശാലികളായ ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹം കേവലം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല ഫലങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വർഷത്തേക്കോ ഒരു ദശാകാലത്തേക്കോ പോലും നിർണായകമായ ആയുഷ്കാല ഭാഗ്യത്തിന് തുടക്കമിട്ടേക്കാം. ശുക്രൻ്റെ സ്വാധീനം ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ശുക്രൻ വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്നത് പലപ്പോഴും വൈകാരികമായി ആഴം, ബന്ധങ്ങളിലെ തീവ്രത, ധനപരമായ കാര്യങ്ങളിലെ സൂക്ഷ്മമായ ശ്രദ്ധ എന്നിവ നൽകുന്നു. ഇതുകൊണ്ടുള്ള അനുകൂല ഫലങ്ങൾ വരുമാനം വർധന, വിവാഹ ബന്ധങ്ങളിലെ ഐക്യം, പുതിയ സൗകര്യങ്ങൾ ലഭിക്കുന്നു, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ഇവയൊക്കെയാണ്. നവംബർ 28 മുതൽ ശുക്രൻ വൃശ്ചികത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ രാശികൾക്കും ലഭിക്കുന്ന പ്രധാന ഫലങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ്. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാർക്ക് 8ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരഫലമായി ഈ രാശിയിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിത ധനലാഭം, ഇൻഷുറൻസ്, പാരമ്പര്യ സ്വത്ത് എന്നിവയുടെ ഭാവമാണ്. പ്രധാന ഫലം അപ്രതീക്ഷിതമായി ഭാഗ്യം തേടിയെത്തുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. ഇവർ ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. പങ്കാളിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. പുതിയ വാഹനയോഗം കാണുന്നു. രണ്ടാമത്തെ രാശി ഇടവൻ രാശി. ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി. ഇവിടെ ഒരു പ്രത്യേകത, ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ ഈ സംക്രമണം അവർക്ക് വളരെ പ്രധാനമാണ്. ശുക്രൻ്റെ 7ാം ഭാവം ദാമ്പത്യഭാവമായി വരുന്നു. പ്രധാന ഫലമായി വരുന്നത് ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. കഠിനാധ്വാനത്തിന് ഉചിതമായ ഫലം ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വിദേശ യാത്രകൾക്കും അവസരം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇതുകൊണ്ടുള്ള നേട്ടം, സമാധാനത്തോടെയുള്ള കുടുംബജീവിതം, വീടും വാഹനവും വാങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് രോഗം, കടം, ശത്രുക്കൾ എന്നിവയുടെ ഭാവമാണ്. വിദേശ പഠനം, വിദേശബന്ധിത തൊഴിൽ എന്നിവയ്ക്ക് ഏറ്റവും അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. തർക്കങ്ങളിൽ നിന്നും കടം കൊടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. ബിസിനസ് രംഗത്ത് വളരെ നേട്ടമുണ്ടാകും. അടുത്ത രാശി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിയിൽ പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രൻ 5ാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അപ്രതീക്ഷിതമായി പരിഹാരം കാണാൻ സാധിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂല തീരുമാനമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയം നേടുന്നതിനും പുതിയ ജോലിയോ അവസരങ്ങളോ തേടി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പ്രധാനമായും അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. പ്രതീക്ഷിച്ചതിലും ഇരട്ടി ലാഭം നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ തെളിയുന്നതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്തേക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമാണ്. അടുത്ത രാശി കന്നിരാശിയാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി. കന്നിരാശിക്കാർക്ക് ശുക്രൻ 3ാം ഭാവത്തിലാണ്. 3ാം ഭാവത്തെ സംബന്ധിച്ച് ധൈര്യം, സഹോദരങ്ങൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രധാനമായും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ആത്മവിശ്വാസം കൊണ്ട് അതിനെ മറികടക്കാൻ ഈ രാശിയിൽപ്പെട്ടവർക്ക് സാധിക്കും.
തർക്കങ്ങളിൽ നിന്നും അനാവശ്യ യാത്രകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വളരെ നല്ലത്. ആരോഗ്യത്തെ നിസ്സാരമായി കാണരുത്. സാമ്പത്തിക സ്ഥിതിയിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവയൊന്നും വെച്ച് നീട്ടാതെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യം സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക. തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. അടുത്ത രാശി തുലാം രാശിയാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാം രാശിയുടെ അധിപനും ശുക്രനാണെന്നുള്ള കാര്യം ഇവിടെ ഇവർക്ക് സന്തോഷം തരുന്നൊരു ഭാവമാണ്. ശുക്രൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ഫലം സാമ്പത്തികമായി വളരെ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സംസാരം ആകർഷകമാകും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തെ സംബന്ധിച്ച് പുതിയ അതിഥി എത്താനോ, അതിഥി എന്നുദ്ദേശിക്കുന്നത് സന്താനം ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് കുട്ടികളുണ്ടാകാനും ഇല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ലഗ്നത്തിൽ, അതായത് 1ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വൃശ്ചികത്തിന് ഈ സമയം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പ്രധാനമായും ഇതിൽ പറയുന്ന ഫലം വ്യക്തിത്വത്തിൽ ആകർഷണീയതയും വർദ്ധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കാൻ യോഗം കാണുന്നു. സർക്കാരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ അനുകൂലമായ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വിജയം കണ്ടെത്താൻ കഴിയും. കഠിനാധ്വാനമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച മേഖലയിൽ എത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണാൻ സാധ്യതയുണ്ട്. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം. ധനുരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ മികച്ച ഫലം നേടാനുള്ള സമയമാണ്. കരിയറിൽ സന്തോഷകരമായ മാറ്റങ്ങളുണ്ടാകും. കുടുംബത്തെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല സമയമാണ്. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിനാൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രകൾക്ക് സാധ്യത ഉള്ള സമയമാണിത്. അടുത്ത രാശി മകരൻ രാശിയാണ്. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും മകരൻ രാശിയിലാണ്. മകരൻ രാശിക്കാർക്ക് ശുക്രൻ 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായ ധനം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ പണം ലാഭിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ശ്രമിക്കുന്നതായിരിക്കും. അവയൊക്കെ ഫലം കണ്ടെത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും. കുംഭൻ രാശിക്കാർ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് 10ാം ഭാവം കൊണ്ട് കർമ്മം, ജോലി ഇവയാണ് അർത്ഥമാക്കുന്നത്. ഈ രാശിയിൽ രാഹു ഉള്ളതുകൊണ്ട് ഈ യോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. തൊഴിൽ രംഗത്ത് ഉന്നതി, സ്ഥാനക്കയറ്റം എന്നിവയ്ക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹം നടക്കാത്തവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പണം കടം കൊടുക്കുന്നതിലും സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധ വേണം. ഈ ശുക്രൻ്റെ സ്ഥാനം അനുകൂലമായ മാറ്റങ്ങൾക്കുള്ള ശക്തമായ തുടക്കമാണ്. അവസാനത്തെ രാശിയായ മീനൻ രാശിയാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി. ഇവർക്ക് ശുക്രൻ 9ാം ഭാവത്തിലാണ്. 9ാം ഭാഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗ്യം, ധർമ്മം, പിതാവ് എന്നിവയാണ്. ഭാഗ്യം കൂടെ ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന സാഹചര്യമാണ്. മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം ലഭിക്കും. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് വളരെ മനസ്സ് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ തന്നെയും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. തൊഴിൽപരമായ നേട്ടമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും.
ശുക്രൻ എന്ന ഗ്രഹത്തെ സംബന്ധിച്ച് എപ്പോഴും മോഹം നൽകുന്ന ഗ്രഹമാണ്. ഈ സമയത്ത് പലർക്കും ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കാൻ തോന്നാം. ഇത് ശുക്രൻ്റെ സ്വാഭാവികമായ ഫലമാണ്. എന്നാൽ കുംഭത്തിലെ രാഹുവിൻ്റെ സ്വാധീനം, വൃശ്ചികത്തിലെ ശുക്രൻ്റെ സ്വാധീനം എന്നിവ ചേരുമ്പോൾ ഈ ചെലവുകൾ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ വാഹനം വാങ്ങുന്നത് ആഡംബരമാണ്. എന്നാൽ അത് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ ജോലിയുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി സഹായിച്ചാൽ അത് നല്ലൊരു നിക്ഷേപമാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെയും നമസ്കാരം.